പാത്രം കഴുകൽ മത്സരം രാവിലത്തെ എല്ലാം കഴിഞ്ഞു. ഞാനൊരു 5 മണി മുതൽ തുടങ്ങുന്ന പാത്രം കഴുകൊക്കെ കേട്ടോ. 5 മണിക്ക് തുടങ്ങുന്നതാണ്. എന്താണ് ഇത്ര കഴുകാനുള്ളതെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. എന്നോട് ചോദിക്കുന്നത് എന്തുവാ, ഒരു 3-4 പേരേ ഉള്ളൂ, ഇത്രയേ ഉണ്ടോ പാത്രം കഴുകാനും? എനിക്കറിയത്തില്ല. ഞാൻ 5 മണി മുതൽ തുടങ്ങുന്ന പാത്രം കഴുകൊക്കെ കേട്ടോ. ഇത് എവിടെ നിന്ന് വരുന്നതാണെന്നൊന്നും എനിക്കറിയാൻ വയ്യ. അങ്ങോട്ട് അക്ഷയപാത്രം അങ്ങോട്ട് നിറഞ്ഞ് കവിഞ്ഞങ്ങിയിരിക്കും. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞുള്ള അക്ഷയപാത്രമാണ് കേട്ടോ. എന്ത് ചെയ്യാം, സത്യം പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും പറയുന്നതാണ് എന്തെങ്കിലും വെച്ചാൽ മതിയല്ലോ, വേറെ ഒന്നും ഇല്ലല്ലോ പണി. വെച്ച് കഴിയുമ്പം പറയാം അത് കഴിച്ചില്ലല്ലോ, അതും ഒരു ജോലിയല്ലേ, കഴിക്കുന്നത് ഒരു ജോലിയാണ്. കഴിച്ചു കഴിയുമ്പോൾ ഇതേപോലെ ഒത്തിരി സംഭവങ്ങൾ കിട്ടും. അത് കഴുകി പറക്കി വെക്കണം. കഴുകി പറക്കാതിരുന്നാൽ അന്ന് ആരെങ്കിലും വിരുന്നുകാർ വരും. സത്യമല്ലേ? ഇപ്പം ഞങ്ങൾ മുട്ട പൊരിച്ച ഉച്ചയ്ക്ക് കേട്ടോ. ചോറുണ്ട് കഴിഞ്ഞു, ഉച്ചയ്ക്ക് മുട്ട പൊരിച്ചു. അങ്ങനെ കഴുകലോട് കഴുകൽ ഉൾക്കഴുകക്കം ഒന്നുമില്ലേ. പിള്ളേരൊക്കെ വെള്ളം കുടിച്ചിട്ട് ഓരോ ഗ്ലാസ് അങ്ങോട്ട് കൊണ്ടുപോയി അതവിടെ വെച്ച് അത് പിന്നെ ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് തട്ടും. അത് പിന്നെ നിറഞ്ഞ് കവിഞ്ഞൊരു കൂമ്പാരമാവും. ഇതിപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ കേട്ടോ. നിറഞ്ഞ കവിയെ ഞാൻ സമ്മതിക്കത്തില്ല. കലി എല്ലാം ചെയ്ത് പാചകം കഴിഞ്ഞ് എല്ലാം മടക്കി വെച്ചിട്ട് പോയത്. ഇപ്പം ഊണിൻ്റെ പാത്രങ്ങളാണ്. എന്തായാലും കിണറ്റിൽ വെള്ളമുള്ളത് വലിയ കാര്യമല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ കഴിയാൻ എന്തുമാത്രം വെള്ളം ചിലവല്ലേ. നമ്മൾ ഈ പൈപ്പിൽ നമ്മൾ തുറന്ന് വിടുമ്പോൾ അപ്പം നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഇവിടുത്തെ അമ്മയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ പാത്രത്തിനകത്ത് വെള്ളം പിടിച്ച് വെച്ച് എന്നിട്ടാണ് കഴുകുന്നത്. ഞാനീ ഇവിടെ ചരിവ് കൊണ്ട് വെച്ചിട്ടുണ്ടോ, ഞാനങ്ങനെയൊന്നും കഴുകത്തില്ല കേട്ടോ. ഞാനങ്ങോട്ട് പൈപ്പ് അങ്ങോട്ട് തുറക്കും എന്നും പറഞ്ഞ് അങ്ങോട്ട് കഴുകുക, ഇത്ര തന്നെ. ഇരിക്കാൻ പോകും. കഴുകി വെച്ചിട്ടെങ്കിലും പോയി കിടന്നുറങ്ങല്ലേ. കഴുകി വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങാം. ഉറക്കമില്ലാത്ത ജന്മങ്ങളല്ലേ നമ്മളൊക്കെ. അപ്പം വന്നൊന്നും ഒട്ടും ഉറക്കമില്ലല്ലേ. 4 മണിയാകുമ്പോഴേ ഞാൻ എണീക്കും. രാത്രി ഉറങ്ങുന്നത് 12 മണിയൊക്കെ ആവും. ഉറക്കമില്ല, തീരെ ഉറക്കമില്ലേ. നമുക്ക് വല്ല ആനയ്ക്ക് എന്താ മയക്കുവെടിയൊക്കെ വെക്കണം. അതെന്നാണ് ഇനി വെച്ചെന്നെ ഉറക്കി കിടത്തും. എന്നാലും ഞാൻ അവിടെ ഉറങ്ങത്തുള്ളൂ. എന്നാലും ഞാനിവിടെ ഉറങ്ങത്തുള്ളൂ. അല്ല പിന്നെ നമ്മൾ ഉറക്കമില്ലെങ്കിൽ പിന്നെ എന്താണ് ഉറക്കമില്ലാതെ വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു പറ. ഉറങ്ങാണെങ്കിൽ ഇന്ന് ഉറക്കം തോന്നി വരാം, എന്നാലും ഉറങ്ങത്തില്ലെന്ന്. അതാണ് ഈ കുപ്പു. നമ്മൾ ഈ ദോശച്ചട്ടിയൊക്കെ അപ്പഴപ്പോഴും കഴുകി നീറ്റാക്കി വെക്കണം കേട്ടോ. എണ്ണ പുരട്ടി എനിക്ക് അങ്ങനെ ഇഷ്ടം കേട്ടോ. ഉണക്കി എണ്ണ പുരട്ടി ഒഴിക്കുക. എനിക്ക് 2 കല്ലുണ്ട് കേട്ടോ. ഒരു ചെറിയ കല്ലും ഒരു വലിയ കല്ലും. അതിനകത്ത് നമ്മൾ കല്ലിനകത്ത് ചപ്പാത്തി ഉണ്ടാക്കിയാൽ പിന്നെ ശരിയാത്ര ദോശ ഇടാനൊക്കത്തില്ല അല്ലേ. ചപ്പാത്തിക്ക് നമ്മൾ വേറെ എടുക്കണം, വേറെ ഇതെടുക്കണം. നോൺ സ്റ്റിക്കിൻ്റെ വെള്ളം. പിന്നെ ഇങ്ങനെ എത്ര വെള്ളം പോലെയെന്ന് അറിയാം. എങ്ങനെ മഴക്കോട് മഴക്കാണ്. ചിലരൊക്കെ ലാഭിക്കും കേട്ടോ വെള്ളം. നമ്മളൊക്കെ ഇങ്ങനെ വെള്ളം കളയുന്നത്. ഞാൻ പിന്നെ പാത്രങ്ങൾ എടുത്ത് വയ്ക്കത്തുള്ളൂ കേട്ടോ. കഴുകി ഇങ്ങനെ വലിയ ഒരു ഇതിനകത്തോട്ട് വയ്ക്കും. എന്നിട്ട്
തോരമ്പഴം എടുത്ത് വെക്കുക. ആ വെള്ളത്തോടെ എടുത്ത് വെക്കത്തില്ല, എനിക്കിഷ്ടമല്ല. നന്നായിട്ട് പാത്രം തോരട്ടെ. തോന്ന് കഴിഞ്ഞാൽ രാത്രിയിലെ ആവില്ല. അങ്ങനെയാണ് രാത്രി ഇങ്ങനെ പാത്രം ഇങ്ങനെ കൈ ഞാൻ കമത്തി വയ്ക്കും. രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ ചെയ്യുന്ന എന്താണ്, പാത്രം എല്ലാം അടുക്കി വയ്ക്കുക. അതാണ് സ്ഥാനത്ത് അടുക്കി വയ്ക്കും. അപ്പോഴേ എളുപ്പമില്ലേ പരിപാടി. അത് എത്ര പേര് ചെയ്യുന്നതാണ്? ഈ കളറാണ് പാത്രങ്ങൾ വരുന്നത് കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കി കളയുന്നതാണ്. കനാല് തുറന്നു വിട്ടത് അല്ല കൂട്ടുകാരെ, കനാല് തുറന്നു വിട്ടത്. വെള്ളമൊക്കെ പോട്ടെ. ഉറക്കം വീഴാം. നിങ്ങൾക്ക് ഉറക്കം വരുന്നോ? വരുന്നത് നമുക്ക് ഒരുമിച്ച് ചാച്ച. എവിടെ ചാച്ചാണ്? ഇനി പണിയൊന്നുമില്ല കേട്ടോ. പണിയെല്ലാം കഴിഞ്ഞാൽ വൈകിട്ട് ചായ ഇടാം. മോള് വില ചെയ്തോളൂ. അത് മോള് വില ചെയ്തു കഴിഞ്ഞേട്ടോ. പാത്രം കിടക്കുന്നില്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് കഴിക്കാൻ മതിയോ? പാത്രം കിടക്കുന്നതിന് നമ്മൾ വിടുന്നത്. പാത്രം അങ്ങ് കൈ വെച്ചിട്ട് പോയാലേ. ഇതിനിവിടെ കിടക്കുന്നു ആരും പറയത്തില്ലല്ലേ. കഴിയലെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇച്ചിരി കഴിയാം. ഇവിടെ കഴുകി വിട്ടാൽ മതി. രാവിലെയും എപ്പോഴും നമ്മൾ കഴുകി വിടുന്നതല്ലേ. എപ്പോഴും ഞാനിവിടെ കഴുകി വിടുന്നേ. ഞാൻ 5 മണിയാകുമ്പോൾ തുടങ്ങുന്ന കഴുകൊക്കെ ഇവിടെ. തുടപ്പ് തന്നെ തുടപ്പ്. എപ്പോഴും പിള്ളേർ പറയും, അമ്മ എന്തോ അമ്മ ഇത് ഇത്രയും തുടപ്പ്. എപ്പോഴും എൻ്റെ ഈ ഒരു ഇത് തുടയ്ക്കാനൊരു തുണിയാണ്. എപ്പോഴും എന്തോ ചെയ്താലും അപ്പോഴെപ്പോഴും തുടയ്ക്കണം. എനിക്ക് ഇങ്ങനെ ദേഷ്യം വരും. എന്തുവാണ് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ അതേപോലെ ഗ്യാസിൻ്റെ അപ്പോഴെപ്പോഴും നമ്മളങ്ങ് തുടയ്ക്കും. അതുമില്ലെങ്കിൽ ദേഷ്യമാണ്. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കാതെ പാത്രം ഒന്നും കഴുകാതെ ഒക്കെ ഇരിക്കാണ്ടല്ലോ. ആരെങ്കിലും സത്യമുള്ള കാര്യമാണ്. ആരെങ്കിലും നേരെ കുറച്ച് നാരിയായി കുറച്ചിട്ടാലും ആൾക്കാർ ആരെങ്കിലും വീട്ടുകാരെങ്കിൽ നമ്മളൊരു പാത്രം ഇങ്ങനെ കഴുകാതെ ഇട്ടിരുന്നാലും ആരെങ്കിലും വരും. തൂക്കാതെ ഇരുന്നാലും ആരെങ്കിലും വരും. ഒന്നും പറയണ്ട. അതുകൊണ്ട് നമുക്കുള്ളിനകത്ത് പേടിയാണ്. ആരെങ്കിലും കയറി വന്നാലും അതുകൊണ്ട് നമ്മൾ എത്ര വേണമെങ്കിലും നമ്മൾ ചെയ്യുമല്ലേ. അടങ്ങിയിരിക്കുക കച്ചി. എന്തുവാ ഇവിടെ ഉണ്ടല്ലോ കൊച്ചു മീനെ ഒത്തിരി വാങ്ങിച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ ചട്ടി, വലിയ ചട്ടി. എൻ്റെ കുഞ്ഞ് എത്ര പ്രാവശ്യമാണ് ഞങ്ങൾ വിചാരിച്ച് പൂച്ചയായിരിക്കും അത് അടിച്ചുകൊണ്ട് പോണേ. ഞാൻ ഇന്നലെ കണ്ടു കാക്കയാണ്. കൊച്ചിൻ്റെ മീനെല്ലാം ഈ കാക്കച്ചി അങ്ങ് കൊത്തിക്കൊണ്ട് പോകും. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇന്നലെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഈ കാക്കച്ചി വന്ന് ഇത് മീനെ കൊത്തിക്കൊണ്ട് പോകും. കഴിവോടെ ഇതുള്ളത് നല്ലതല്ലേ. നമുക്ക് വടിച്ചങ്ങ് കളയാൻ. വെള്ളം നല്ലതായിട്ട് ഉണങ്ങിക്കിടക്കും. എനിക്കിഷ്ടമാട്ടോ ഇത്. ആര് കണ്ടുപിടിച്ചാണേലും സംഭവം അടിപൊളിയാണ്. അതുകൊണ്ട് ചെയ്തോണ്ട് നിന്ന് കേട്ടോ. അങ്ങനെ എത്തി വലിയ നോക്കിയപ്പോൾ ഉണ്ട് കാക്കച്ചി കൊണ്ട് മീനെല്ലാം പറിക്കൊണ്ട് പോകും. കാക്കയ്ക്ക് തോട്ടിലും ആറ്റിലും ഒന്നും പോയി മീനെ പിടിച്ച് തിന്നാൻ വയ്യ. അതിന് ഞങ്ങളുടെ മീൻകുളത്തിൽ വന്ന് ആ കാക്കച്ചി മീനെ എല്ലാം തിന്നുക. അതിന് ഇവിടെ വന്നിരിക്കും. രാവിലെ മുതൽ അവിടെ വന്നിരിക്കുന്നു കേട്ടോ. പിള്ളേർക്ക് മനസ്സിലായി ഇവിടെ അടിച്ചുകൊണ്ട് പോകുന്നതാണെന്ന്. എനിക്ക് ഇവിടെ എന്താ കാണാൻ കേട്ടോ. നമ്മളിവിടെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് കാണാം. നമുക്ക് വൈകിട്ട് കയറിയാൽ മതി. ഇത്രയും ഭാഗം കൂടെ കഴിയാൻ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇവിടെയൊക്കെ നമ്മളെപ്പോഴും കഴുകിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളല്ലേ. രാവിലെ കഴുകും, രാത്രി കഴുകും, ഉച്ചയ്ക്ക് കഴുകും അല്ലേ. കഴുകലോട് കഴുകും. വീട്ടമ്മമാർക്കെല്ലാം കഴുകലോട് കഴുകും അതെ.
ഒന്നും ജോലി ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത് കേട്ടോ. എല്ലാവരും പറയുന്നത് നമ്മൾ ജോലിയൊന്നും ചെയ്യാത്തവരാണെന്ന്. കള്ളികളല്ലേ നമ്മൾ കിടന്ന പാടുപെടുന്ന നമുക്കറിയാലോ, അല്ലേ കൂട്ടുകാരി? അവർക്കൊക്കെ അങ്ങ് പറഞ്ഞാൽ പോരെ നമ്മൾ ജോലി ചെയ്തില്ലെന്ന്. നേരം വെളുക്കുമ്പോൾ തുടങ്ങുന്ന പണികളല്ലേ. ഞാൻ രാത്രിയാകുമ്പോൾ നമ്മുടെ ഈ വാഷ് ബേസിനകത്ത് ചൂടുവെള്ളം ഒഴിക്കും. എന്നിട്ട് ചിലപ്പോൾ സോഡാപ്പൊടി ഉപ്പും ഒക്കെ ഇടും. അപ്പം നമ്മളെപ്പോഴും കൈകാര്യം ചെയ്യുന്നതിൽ പാത്രങ്ങളും ഒക്കെ കഴുകുന്നതിൽ എപ്പോഴും രാവിലെ തിളപ്പിച്ച് വെള്ളം ഒഴിക്കണം. രാത്രിയിലും അതേപോലെ വെള്ളം ഒഴിക്കണം, തിളപ്പിച്ച വെള്ളം. ഞാനങ്ങനെ ഞാൻ ഇങ്ങനെ ലൈവൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അടുക്കള ഇങ്ങനെ കാണിക്കാൻ പറയാം. അപ്പോഴും നമ്മളെങ്ങനെ നമ്മൾ അന്നേരം കാണിക്കാനൊക്കത്തില്ലല്ലോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ അല്ല ഈ നിന്ന് ഞാൻ ലൈവ് ചെയ്യുമ്പം ഇത്ര ഭാഗമാണല്ലോ നിങ്ങൾ കാണുന്നത്. അപ്പോഴിത്രേ നമ്മുടെ ഇത് ഗ്യാസ് വെച്ചേക്കുന്നത് വാഷ് ബേസിനും ഇവിടെ വെളിയിൽ നിന്ന് നല്ല വെട്ടം അടിക്കുന്നു കേട്ടോ. അതാണ് അവിടെയാണ് ഞാൻ ഇതെടുത്ത് വയ്ക്കുന്നത് കേട്ടോ. നമ്മുടെ മൊബൈൽ എടുത്ത് വച്ച് ഇങ്ങനെ എടുക്കുന്നത് ആ ഭാഗത്താണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയാണ് കുഞ്ഞടുക്കള. ഇത് ഞാൻ പാത്രം കഴി അവിടെ വെച്ചേക്കുന്നത് കേട്ടോ. ഇതിനി ഉണങ്ങുമ്പോൾ എടുത്തങ്ങ് വയ്ക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പാത്രം കഴിയൊക്കെ കഴിഞ്ഞ് ഞാൻ റെസ്റ്റ് എടുക്കട്ടെ കൂട്ടുകാർ. പിന്നെ കുറച്ച് മണി പ്ലാന്റൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വല ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ പൂച്ച ശല്യം ഉണ്ട് കേട്ടോ. പൂച്ചകൾ വരും. അപ്പോഴത്തേ ഇത്രയും ഭാഗമാണ് കേട്ടോ.